അപ്പോൾ വെറും 68 ലക്ഷം രൂപയ്ക്ക് 4 സെന്റ് 1780 സ്ക്വയർ ഫീറ്റ് ആയിട്ട് 4 ബെഡ്റൂം ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. മെയിൻ റോഡിൽ നിന്ന് 3ാമത്തെ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടികൾ പോകുന്നതിനും വരുന്നതിനൊന്നും വലിയ പാടൊന്നുമില്ല. നമുക്ക് ഏകദേശം മെയിൻ റോഡിൽ നിന്ന് ഒരു 10 മീറ്റർ പോലും ഇതിലേക്ക് വരാൻ ഡിസ്റ്റൻസ് എന്ന് പറയാനില്ല. അകത്തേക്ക് കയറുമ്പോൾ ഒരു വണ്ടി പാർക്കിങ്ങിനായിട്ടുള്ള ഫെസിലിറ്റി മാത്രമല്ല, കവേർഡ് പാർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഇനി അതിനൊരു ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ ഇന്നോവ വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള വൈഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് നമുക്ക് 1-2 ടൂ വീലർ മാത്രമാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് വരുന്നത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഏകദേശം 1, 2, 3 ഏകദേശം അകത്തേക്ക് കയറുന്ന 3 സ്റ്റെപ്പുകൾ കയറി നല്ലൊരു ഹൈറ്റ് ആയിട്ടാണ് ഈ പ്രദേശത്തായിട്ട് വെള്ളക്കെട്ടുകളോ അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റോ ഒന്നും ഇല്ലാത്ത രീതിയിലേക്കുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും, അത്യാവശ്യം നല്ല പ്രീമിയം കൺസ്ട്രക്ഷൻ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നോക്കുന്നവർക്ക്, മെയിൻ റോഡ് സൈഡിലേക്ക് അടുത്ത് നോക്കുന്നവർക്ക്, മെയിൻ ജംഗ്ഷനിൽ നിന്ന് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉള്ള മെയിൻ ജംഗ്ഷനിൽ നിന്നും അടുത്തൊക്കെ ഒരു പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. പൂർണ്ണമായും തേക്ക് തടി നിർമ്മിച്ചിട്ടുള്ള നല്ലൊരു വാതിലാണ് കൊടുത്തിട്ടുള്ളത്. അകത്തേക്ക് കയറുമ്പോൾ സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസുള്ള നല്ല വലിപ്പമുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് TV യൂണിറ്റും അതുപോലെ തന്നെ താഴെയൊക്കെ ബോർഡിൽ തന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസുകളെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടും വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇന്ത്യൻ ഡിസൈൻ ഒക്കെ ഒരു ക്ലാസ് ആയ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു L മോഡൽ ആയിട്ടാണ് ഹോളിന്റെ വരുന്നത്. ആ സൈഡിലേക്ക് ഒരു ഡൈനിങ് സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലേക്ക് തിരിയുമ്പോൾ തന്നെ നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് വാഷ് സ്പേസിനെ കൊടുത്തു. താഴത്തെ ഫ്ലോറിൽ 1 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂം, അങ്ങനെ 4 ബെഡ്റൂമുകളാണ് ഇതിലേക്ക് വരുന്നത്. ഒരു വ്യത്യസ്തമായ ഒരു കളർ പാറ്റേൺ പെയിന്റിങ്ങും ഒരു ടെസ്റ്റർ പെയിന്റിങ്ങെ കൊടുത്തിട്ടുള്ളത് തന്നെ ഒരു കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ളതും ഒരു ഫാൻസി ലൈറ്റേ കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയർ ആയാലും നല്ല പ്രീമിയമായ രീതിയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. എല്ലായിടത്തും നല്ല ഫാനുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ. അത് നമുക്ക് ഓരോ വീടുകളും നമ്മൾ ഒത്തിരി വീടുകൾ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ വീടുകളിലും കയറുമ്പോൾ അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. ഒരു ക്വാളിറ്റിയും ഇല്ലാന്ന് കാണുന്നത് നമ്മൾ വീഡിയോ എടുക്കാറുമില്ല. ആ പ്രദേശത്തേക്ക് നമ്മൾ പോകാറുള്ളൂ. അതിൽ കിട്ടുന്ന ലാഭം നമുക്ക് വേണ്ടാന്ന് പൂർണ്ണമായും നമ്മൾ വെച്ചിരുന്നു കൊണ്ടാണ് നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ബേസ് തന്നെ മന്ത്ലി നമുക്ക് നല്ലൊരു സെയിൽ നടന്നു പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം സൈസ്, നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇന്ത്യയിൽ ഡിസൈനിന്റെ കാര്യത്തിലായാലും ഈ സൈഡിലേക്ക് ഒരു ടെസ്റ്റർ പെയിന്റ്, കളർ പെയിന്റ് കൊടുക്കണം. അതൊക്കെ എന്തും വളരെ മനോഹരമായ രീതിയിലേക്ക് തന്നെ ഇരിക്കുന്നു. ഇവിടെ ഒരു ഡ്രസ്സിംഗ് റൂം ആയിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് പോർഷൻ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെല്ലാം തന്നെ നല്ല സ്റ്റോറേജ് സ്പേസുകളോട് തന്നെ കൊടുക്കും. നല്ല വലിപ്പമുള്ള അലമാരട്ടോ, 2 സ്റ്റെപ്പായിട്ട് ഡോർ കൊടുത്ത് 4 ഡോറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂം സൈസ് ആയാലും നല്ല വലിപ്പമുള്ള ബാത്റൂം സൈസ്, അത്യാവശ്യം നല്ലൊരു പ്രീമിയം ടൈൽ പാറ്റേൺ, കളർ പാറ്റേൺ, അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന ഫിറ്റിംഗ്സുകളെല്ലാം തന്നെ നല്ല ബ്രാൻഡ് ക്വാളിറ്റി തോന്നിക്കുന്ന രീതിയിലും അതിലെ ബ്രാൻഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ് ഇതിന് കംപ്ലീറ്റും കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ ഈ സൈഡിലേക്ക് വാഷ് സ്പേസും കൊടുത്തിട്ടുണ്ട്. താഴത്തെ പോർഷനിലുള്ള സ്റ്റെയറിന്റെ അടിഭാഗത്തേക്ക് ഇൻവെർട്ടറിന് വെക്കാനുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം നല്ല കവേർഡ് ആയിട്ടുണ്ട്. കിച്ചണിലേക്ക് കയറുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ, നല്ല അടിപൊളി ഒരു സ്റ്റോറേജ് സ്പേസിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. വ്യത്യസ്തമായ ഒരു കളർ, ഒരു പാറ്റേണിലുള്ള ഒരു മെറ്റീരിയൽസ് കൊടുത്തിരിക്കുന്നു. ഒരു വുഡൻ ഫ്ലോർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ടൈലാണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മുകളിലും നല്ല രീതിയിലേക്കുള്ള സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്ലഗ് പോയിന്റുകൾ, പവർ പ്ലഗ് പോയിന്റുകൾ, അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ഫിൽറ്റർ വയ്ക്കാനായിട്ടുള്ള പോർഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ മിക്സി കൊടുക്കാനുള്ള അതിന്റെ എല്ലാ പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നല്ല രീതിയിലേക്കുള്ള ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമുക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു വർക്ക് ഏരിയ, ഒരു കുഞ്ഞൻ വർക്ക് ഏരിയ ആയാലും അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കും നല്ല പ്രൈവസി തോന്നുന്ന രീതിയിലേക്കുമുള്ള ഒരു നല്ലൊരു വർക്ക് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ താഴെ സൈഡിലേക്കും നല്ല സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഓൾറെഡി തന്നെ നമുക്ക് നനകല്ലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഇറങ്ങി ഒന്ന് ശ്വാസം വിടാനുള്ള നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻസ്. ചിലയിടത്തൊക്കെ നമുക്ക് 1 മീറ്റർ അല്ലെങ്കിൽ 1.5 മീറ്റർ മാക്സിമം സെറ്റ് ബാക്ക് വിട്ടാണ് വീട് വയ്ക്കുന്നത്. അത്തരത്തിലുള്ള ഫീലിങ്സ് ഒന്നും തോന്നാത്ത രീതിയിലേക്കുള്ള, പുറകിലൊക്കെ നമുക്ക് ഇരിക്കാനോ ഒരു ചെയറൊക്കെ ഇട്ട് ഇവിടെ അടുക്കളയിൽ ചെയ്യുന്ന വർക്കിന്റെ ഒക്കെ കഴിച്ചിട്ട് ക്ഷീണം മരുന്നൊക്കെ പുറത്തൊക്കെ ഇറങ്ങി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പുറത്തിരിക്കാനുമുള്ള സ്ഥല സൗകര്യം കൊടുത്തിട്ടുണ്ട്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിച്ചാൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എനിക്കൊരു 68 ലക്ഷം രൂപ വീടായിട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അതിൽ ഏകദേശം എനിക്കൊരു 80-85 ലക്ഷം രൂപ, 1 കോടി ആ രീതിയിലേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാർ പാർക്കിംഗ് ഒന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വീടാണ് കേട്ടോ. എനിക്കിവിടെ തോന്നിയിട്ടുള്ള ഫീലിങ്സ് കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ നല്ല ക്വാളിറ്റി കൺസ്ട്രക്ഷൻ കാണുമ്പോൾ തന്നെ ഞാൻ വീണ്ടും എടുത്ത് പറയാം, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്
കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് കയറുമ്പോൾ സ്റ്റെയർ കേസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെയിൽ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് കംപ്ലീറ്റും ഗ്ലാസും അതുപോലെ തന്നെ നല്ല ഒന്നാന്തരം തടിയിലുമാണ് ഹാൻഡ് ഡ്രില്ല് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മോഡലിൽ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ അഡ്വാൻറ്റേജ്. മുകളിലേക്ക് കയറി വരുമ്പോൾ നല്ലൊരു ഹോൾ ഏരിയയിലേക്കാണ് വരുന്നത്. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഹോൾ ഏരിയ, ഒരു പ്രീമിയം ഒരു സിമ്പിൾ പാറ്റേണിലേക്കുള്ള ഇന്ത്യൻ ഡിസൈനിങ്. ഇവിടെ നമുക്ക് വരുന്നത് 3 ബെഡ്റൂം കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസിലൊന്നും യാതൊരുവിധ കോംപ്രമൈസ്, അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസ്, പ്രീമിയം ആയിട്ട് ഇന്ത്യൻ ഡിസൈനിങ്, അറ്റാച്ച്ഡ് ബാത്റൂം, അതുപോലെ തന്നെ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വ്യത്യസ്തമായ രീതിയിലേക്കുള്ള ഒരു ബാൽക്കണി ഏരിയ. നമുക്ക് ഈ ബാൽക്കണി ബെഡ്റൂമിലൊക്കെ ഇരുന്ന് നമുക്കിപ്പം വർക്ക് ഹോം ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അങ്ങനെയൊക്കെയുള്ള ഒരു IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ ഒരു മാനസിക സമ്മർദ്ദം കൂടുന്നത്. അത്തരക്കാർക്കൊക്കെ ഈ വീട്ടിൽ നമുക്ക് വർക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തോട്ട് ഇറങ്ങിയിരുന്ന ഒരു ചെയറൊക്കെ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് റിലീഫ് കിട്ടാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം സൈസും അത്യാവശ്യം നല്ല പ്രീമിയം ടൈപ്പ് ആയിട്ട് തോന്നുന്ന രീതിയിലേക്ക് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഒരു കൺസ്ട്രക്ഷൻ ക്വാളിറ്റി ആയിട്ടാണ് തന്നെ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം കയറുമ്പോഴും അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അതിലും കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം അല്ല. ബാത്റൂം ഇല്ലാന്ന് വെച്ചാൽ ടെൻഷൻ അടിക്കേണ്ട. ദേ ആ കാണുന്ന അവിടെ ഒരു കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ബാത്റൂം ഇല്ല എന്നുള്ള യാതൊരുവിധ ടെൻഷനും ആവശ്യമില്ല. ദേ ആ കാണുന്ന അവിടെ നമുക്കൊരു കോമൺ ബാത്റൂമായിട്ടും കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂം കയറുമ്പോഴും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസ്, പ്രീമിയം ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഡിസൈനിങ്. സൈഡിലേക്ക് നമുക്ക് ടെക്സ്ചർ പെയിന്റ്, ഈ സൈഡിലേക്ക് നല്ലൊരു കബോർഡ്സ്, അതായത് നല്ല അലമാരകളെല്ലാം നല്ല പടർന്ന് പന്തലിച്ച് കിടക്കുന്ന രീതിയിലേക്കുള്ള നല്ല അലമാരകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ലോക്കർ ഫെസിലിറ്റി എല്ലാം കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് അതിന്റെ ഇതും കൊടുത്തിട്ടുള്ളത്. ബാത്റൂം സൈസ് ആയാലും അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള യൂട്ടിലിറ്റി സ്പേസ്. അവിടെ നിന്ന് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് പോകാനായിട്ടുള്ള ഡ്രസ് ഏരിയയിലേക്കും. നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന്റെ എവിടെയാണ് ഈ കോമൺ ടോയ്ലറ്റ് കൊടുത്തിരുന്നത്. കോമൺ ടോയ്ലറ്റ് ആയാലും നല്ല വലിപ്പമുള്ള കോമൺ ടോയ്ലറ്റ് ഫിറ്റിംഗ്സും അതുപോലെ തന്നെ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറോട് കൂടിയിട്ടുള്ള നല്ല ആധുനികമായിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ട്രിവാൻഡ്രം വിട്ട് ഔട്ട്സൈഡിൽ നിന്ന് ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബഡ്ജറ്റ് കുറഞ്ഞ എല്ലാവരെയും ട്രിവാൻഡ്രത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് കുറഞ്ഞ വീടുകളുമായിട്ട് കൊച്ചിൻ പ്രോപ്പർട്ടീസ് എന്ന് വെക്കുന്നത്. വ്യത്യസ്തമായ ഒരുപാട് വീടുകൾ, അത് പ്രായഭേദമന്യേ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് വിലയുടെ വ്യത്യാസങ്ങളായാലും ചെറിയ ബഡ്ജറ്റ്, കുറഞ്ഞ ബഡ്ജറ്റിലും കൂടുതൽ ബഡ്ജറ്റിലുള്ള വീടുകൾ, ലക്ഷറി ഹൗസ്, അതിൽ മീഡിയം ടൈപ്പ് വീടുകൾ എല്ലാം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അടിപൊളി വീഡിയോ ആയിട്ടും അടിപൊളി വീടുമായിട്ടും നമ്മൾ എന്നും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു, ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പുളിയരക്കോണം പേയാട് റൂട്ടിൽ നിന്നും പുളിയരക്കോണം ജംഗ്ഷനിൽ നിന്നും വെറും 500 മീറ്റർ മാറി മെയിൻ റോഡിൽ നിന്ന് നമുക്കൊരു മൂന്നാമത്തെ പ്ലോട്ട്, അതായത് 10 മീറ്റർ മാത്രം മാറി 4 സെന്റിലായിട്ട് 1780 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും 68 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ട് തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ ബൈ ബൈ.